الحمد لله العزيز الحكيم الكريم المعبود، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة في النار. أيها الناس، أوصيكم وإياي بالتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين. صدق الله العلي العظيم. പ്രിയ സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി സത്യവിശ്വാസികൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കാൻ വളരെ കരുതലോടെ ശ്രദ്ധയോടെ പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സമകാലിക മുസ്ലിം പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ 2 ഖുതുബകളിലൂടെ ഇവിടെ വിശദീകരിച്ചത്. മുസ്ലിം സമൂഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂപ്രദേശത്ത് നടക്കുന്ന വംശഹത്യയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് സമാപനം കുറിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം എന്ന അർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ആ താൽപ്പര്യങ്ങളുടെ കൂടെ നിൽക്കാനും സർവ്വവിധ ഭിന്നിപ്പുകളും അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ ഉണർത്തിയത്. യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്ത് കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങളായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു ഭാഗവും ഒരു ഗ്രാമവും ഒരു പട്ടണവും അതിൽ നിന്ന് മുക്തമല്ല എന്ന സ്വഭാവത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത്.
ഇതൊരു 10-15 വർഷത്തെ അനുഭവം മാത്രമായിക്കൊള്ളണമെന്നില്ല, അതിനു മുമ്പും ചരിത്രത്തിലെന്നും അത് നടന്നിട്ടുണ്ടാവാം. പക്ഷേ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വർത്തമാനകാല അനുഭവമാണ് ഇത്തരം അനുഭവങ്ങൾ. നമ്മുടെ നാട്ടും അതിൽ നിന്നൊഴിവല്ല, നമ്മുടെ ഗ്രാമങ്ങളും നമ്മുടെ പട്ടണങ്ങളും നമ്മുടെ തെരുവുകളുമൊന്നും അതിൽ നിന്ന് മുക്തമല്ല. ഈ സ്വഭാവത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാം ലോകത്തോട്, മനുഷ്യവംശത്തോട്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന 600 കോടിയിലധികം വരുന്ന ജനപദങ്ങളോട് എന്ത് അപരാധമാണ് ഇസ്ലാം ചെയ്തത് എന്ന് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ പ്രതിനിധികൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ചോദിച്ചേ മതിയാകും. എല്ലായ്പ്പോഴും ഇസ്ലാമിനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനം ലോകത്ത് നടക്കുമ്പോൾ ആ സമീപനത്തെ തിരിച്ചറിയുന്നതിനു പകരം അത്തരം ഒരു സമീപനത്തെ പിന്തുണക്കുന്ന സമീപനമാണ് ദൗർഭാഗ്യവശാൽ മുസ്ലിം ഭരണകൂടങ്ങൾ, ആ ഭരണകൂടത്തെ പിന്തുണക്കുന്ന പണ്ഡിതന്മാർ, അങ്ങനെ മുസ്ലിം സമൂഹത്തിലുള്ള ഒരു വിഭാഗം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇത്തരമൊരു സമീപനത്തിന് പകരം യഥാർത്ഥത്തിൽ ഇസ്ലാം ലോകത്തോട് എന്തെങ്കിലും ഒരു അപരാധം ചെയ്തതുകൊണ്ടാണോ? ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ തന്നെ വളരെ ഭീകരമായി മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അവർ പറയുന്നില്ലെങ്കിലും ആ വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾക്കോ അല്ലെങ്കിൽ ചില പ്രമാണങ്ങൾക്കോ വ്യാഖ്യാനം നൽകിയ പണ്ഡിതന്മാർ അവരാണ് പ്രശ്നക്കാർ. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരു ബഹുമത സമൂഹത്തിൽ സഹിഷ്ണുതയുടെയോ അല്ലെങ്കിൽ മാനവികതയുടേതോ ആശയങ്ങൾ ഇസ്ലാം പ്രചരിപ്പിക്കുന്നില്ല. ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാം ശരി, എല്ലാറ്റിലും ശരിയുടെ അംശമുണ്ട്. ഒരാൾ മതത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവരെല്ലാവരും പോകുന്നത് ഒരേ ഒരു സ്വർഗത്തിലേക്കാണ്, ഒരേ ഒരു സൃഷ്ടാവിലേക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇത് അപകടകരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വാദങ്ങളും പ്രതിവാദങ്ങളും നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരു ഭാഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. മുസ്ലിം സമൂഹമാകട്ടെ, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാദങ്ങൾ എത്രത്തോളം ശരിയുണ്ട്, ഇത്തരം വാദങ്ങളും പ്രതിവാദങ്ങളും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളോ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള അവിവേകപരമായ സമീപനങ്ങളോ കാരണമായിട്ടുണ്ടോ എന്നൊന്നും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ നാം ആണ് ഈ വിശുദ്ധ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് എന്നും നാം അതിനെ സംരക്ഷിക്കുമെന്നും വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പ്രഖ്യാപിച്ച കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സംരക്ഷിച്ചുകൊള്ളുമെന്ന് പ്രഖ്യാപിച്ച ഇസ്ലാമിന്റെ ചരിത്രത്തെയും മറ്റ് മതസമൂഹങ്ങളുടെ ചരിത്രത്തെയും ഒരു ലഘുവായ താരതമ്യത്തിന് വിധേയമാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, എല്ലാ മതങ്ങളും ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ സത്യമതങ്ങളായി ചരിത്രത്തിലേക്ക് കടന്നു വന്ന മതങ്ങളായിരുന്നു. എല്ലാ മതപ്രവാചകന്മാരും വിശുദ്ധ ഖുർആനിന്റെ അഭിപ്രായത്തിൽ അല്ലാഹുവിങ്കൽ നിന്ന് വെളിച്ചവുമായി മനുഷ്യ സമൂഹത്തെ നേരായ മാർഗത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്നവരായിരുന്നു. പക്ഷേ ആ മതസമൂഹങ്ങളുടെ ചരിത്രത്തിൽ ആ മതസമൂഹങ്ങൾക്കെല്ലാം തന്നെ ചരിത്രത്തിലൂടെ അത് സഞ്ചരിച്ചപ്പോൾ ആ മതമൂല്യങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നു പോവുകയും പ്രവാചകന്മാരും
വേദഗ്രന്ഥവും പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ സന്ദേശങ്ങളിൽ നിന്ന് അവർ വ്യതിചലിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ഇവിടെ ജൂതമതത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തിന്റെ പൂർവ്വ സമുദായമായി വിശേഷിപ്പിക്കുന്ന ആ സമുദായത്തിൽ ആയിരക്കണക്കിന് പ്രവാചകന്മാർ കടന്നു വന്നതിന് ശേഷവും ആ സമുദായം പ്രവാചകന്മാരെ വധിച്ചും പലപ്പോഴും ഭരണാധികാരികളുടെ താൽപര്യത്തിന് വേണ്ടി, അധികാരികളുടെ താൽപര്യത്തിന് വേണ്ടി പ്രവാചകന്മാരുടെ സന്ദേശങ്ങളെ വികൃതമാക്കി എന്ന ഒരു മഹാപാതകം പ്രസ്തുത മതസമൂഹങ്ങൾ ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നു. മഹാനായ സക്കരിയ അലൈഹിസ്സലാമിനെ തലയെറുക്കണമെന്ന് നാട്ടിലെ ഭരണാധികാരി തീരുമാനിച്ചത് ഒരു നർത്തകിയുടെ ആവശ്യപ്രകാരമാണ്. അവരുടെ കൊട്ടാരത്തിലെ ഒരു വെപ്പാട്ടിയെപ്പോലെ താൻ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നർത്തകിയുടെ ആവശ്യപ്രകാരം ഭരണാധികാരി മഹാനായ ഒരു പ്രവാചകന്റെ തലയെറുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഭരണകൂടത്തിന്റെ കൂടെ നിൽക്കുക എന്ന ഒരു മഹാ അപരാധം ചെയ്തുകൊണ്ട് സ്വന്തം മതത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങൾ താലോലിച്ചു വരുന്ന ഒരു മഹത്തായ വിശ്വാസത്തെ മതപണ്ഡിതന്മാരും മതസമൂഹങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തകർക്കാനുള്ള ശ്രമമാണ് ജൂതമത സമൂഹത്തിന്റെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും ദുഃഖകരമായ ശ്രമം. അത് മാത്രമല്ല, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, പക്ഷെ അതിൽ വളരെ ശ്രദ്ധേയമായ സംഭവങ്ങളായിരുന്നു ഇത്. ക്രൈസ്തവ മതത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മഹാനായ പ്രവാചകൻ ഈസ അലൈഹിസ്സലാം, ആ പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോഴും വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, ബനൂ ഇസ്രായേൽ സമുദായത്തിലേക്ക് കടന്നു വന്ന മൂസാ പ്രവാചകന്റെയും ഈസാ അലൈഹിസ്സലാമിന്റെയും സന്ദേശങ്ങളെ സത്യപ്പെടുത്തുന്നവനായിട്ടാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തൗറാത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ, നിങ്ങളുടെ മുമ്പിലുള്ള തൗറാത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ, ഇഞ്ചീലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സത്യപ്പെടുത്തുന്ന പ്രവാചകൻ എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്നത്. മഹാനായ ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ഒരു മതപ്രവാചകനായി വന്ന ആരംഭകാലത്ത് തന്നെ അദ്ദേഹത്തിനെതിരായി നിലയുറപ്പിച്ച രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് റോമൻ ഭരണകൂടമായിരുന്നുവെങ്കിൽ മറ്റൊന്ന് ജൂത മതപുരോഹിതന്മാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. മഹാനായ ഈസാ പ്രവാചകൻ ജൂതമത പുരോഹിതന്മാരുടെ താല്പര്യങ്ങൾക്കെതിരായി ഒന്നും പറഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് തൗഹീദിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചത്. അദ്ദേഹം ജനങ്ങളോട് മഹാനായ പ്രവാചകൻ മൂസാ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്ത അതേ കാര്യങ്ങളാണ് ജനങ്ങളോട് പറഞ്ഞത്. പക്ഷേ ആ ജനങ്ങളുടെ നേതൃത്വം അലങ്കരിച്ച പുരോഹിതന്മാരിൽ മഹാഭൂരിഭാഗം ആളുകളും മതത്തെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം കടന്നു വന്നത്. സ്വാഭാവികമായും പ്രവാചകൻ മതപുരോഹിതന്മാരുടെ അരുതായ്മകളെ വിമർശിച്ചു. ബൈബിൾ എടുത്തു പരിശോധിക്കുമ്പോൾ ബൈബിളിലെ തന്നെ ചില വചനങ്ങളനുസരിച്ചിട്ട് ബൈബിളിൽ ഒരുപാട് അള്ളാഹുവിന്റെ വചനങ്ങളുണ്ട്, സൃഷ്ടാവിന്റെ വചനങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മനുഷ്യർ ചേർത്ത ഒട്ടനവധി വചനങ്ങളുണ്ട്. ആ ബൈബിളിന്റെ വചനമനുസരിച്ച് ജൂതമത പുരോഹിതന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളോട് സമാനമായ സ്വഭാവമുള്ളവരാണ് എന്ന് മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം പറയുകയുണ്ടായി. ആ കല്ലറകളുടെ പ്രത്യേകത അതിന്റെ പുറം മൂടിയുള്ളതാണെങ്കിലും, വെളുത്ത കുമ്മായം തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ അകത്ത് ജീർണിച്ച എല്ലിൻ കഷ്ണങ്ങളും അസ്ഥികൂടങ്ങളുമാണ്. ഇതുപോലെയാണ് നിങ്ങളെന്ന് മതപുരോഹിതന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈസാ അലൈഹിസ്സലാം പറഞ്ഞു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. സ്വാഭാവികമായും ആ പ്രവാചകന്റെ സന്ദേശം മതപുരോഹിതന്മാർക്കൊരു വലിയ വെല്ലുവിളിയായിരുന്നു. നിങ്ങൾ വെള്ള വസ്ത്രം ധരിച്ച് മതത്തിന്റെ വാഹകരായി സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയും എന്നിട്ട് ജീർണിച്ച എല്ലിൻ കഷ്ണങ്ങളെപ്പോലെ
വൃത്തികെട്ട സ്വഭാവങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയും ചെയ്യുകയാണ് എന്ന് ഒരു പ്രവാചകൻ പറഞ്ഞപ്പോൾ ആ പ്രവാചകനെതിരെ അവർ നിലയുറപ്പിച്ചു. രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഈസാ അലൈഹിസ്സലാമിന്റെ സന്ദേശങ്ങൾ ഏകനായ അള്ളാഹുവിന്റെ മാത്രം വഴിപ്പെട്ട് ജീവിക്കണമെന്നും ആ അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവും കുടുംബപരവും വ്യക്തിപരവുമായ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്നുമുള്ള സന്ദേശം വലിയൊരു വെല്ലുവിളിയായിരുന്നു. പ്രവാചകന്മാരുടെ ഈ സന്ദേശം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക് ഇദ് ഖാല ഇബ്രാഹിം റബ്ബിയല്ലദീ യുഹ്യി വയുമീതു ഖാല അന ഉഹ്യി വഉമീത്. നമ്രൂദ് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ സദസ്സിലേക്ക് മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാമിനെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന സന്ദർഭം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഈസാ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞു, റബ്ബിയല്ലദീ യുഹ്യി വയുമീതു, എന്റെ രക്ഷിതാവ് മനുഷ്യന് ജീവൻ കൊടുക്കുകയും മനുഷ്യൻ എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന രക്ഷിതാവാണ് എന്ന് പറഞ്ഞപ്പോൾ അന ഉഹ്യി വഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് നമ്രൂദ് പറഞ്ഞു. നമ്രൂദ് ഒരിക്കലും അർത്ഥമാക്കിയിട്ടില്ല മരിച്ച ഒരു മനുഷ്യന് ജീവൻ കൊടുക്കാൻ സാധിക്കുമെന്ന് നമ്രൂദിന് അഭിപ്രായമുണ്ടായിരുന്നില്ല. നമ്മൾ അറിയേണ്ടതാണ് എന്തായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമും നമ്രൂദും തമ്മിലുള്ള തർക്കത്തിന്റെ മർമ്മം. നമ്രൂദിന്റെ അഭിപ്രായം, ഈ നാട്, ഞാനാണ് ഈ നാട്ടിലെ ഭരണാധികാരി, ഇവിടെ ആരാണ് ജീവിക്കേണ്ടത് ആരാണ് മരിക്കേണ്ടത് എന്ന് ഞാൻ തീരുമാനിക്കും, ആരാണ് ഭീകരനെന്നും ആരാണ് സമാധാനവാദി എന്നും ഞാൻ തീരുമാനിക്കുമെന്ന് ചിലർ പറയുന്നത് പോലെ, ആരാണ് കൽത്തുറുങ്കിലെടുക്കപ്പെടേണ്ടത് എന്നും ആരാണ് സമൂഹത്തിൽ സ്വൈരമായി വിഹരിക്കേണ്ടത് എന്നും ചിലർ തീരുമാനിക്കുന്നത് പോലെ ഈ നാട്ടിൽ ആർ മരിക്കണമെന്നും ആർ ജീവിക്കണമെന്നും തീരുമാനിക്കാനുള്ള അധികാരം എന്നിൽ നിക്ഷിപ്തമാണ് എന്ന ആ അധികാരം പ്രപഞ്ചനാഥനായ അള്ളാഹുവിലല്ല എന്നിൽ നിക്ഷിപ്തമാണ് എന്ന ഒരു വാദഗതിയായിരുന്നു നമ്രൂദ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഉന്നയിക്കുന്നത്. കാരണം അദ്ദേഹം രണ്ടാളെ വിളിച്ചു, ഒരാളെ കൊന്നു, ഒരാളോട് പോകാൻ പറഞ്ഞു. അല്ലാതെ കൊന്ന ആൾക്ക് അദ്ദേഹം ജീവനൊന്നും കൊടുത്തിട്ടില്ല. അന ഉഹ്യി വ ഉമീത്, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അന റബ്ബിയല്ലദീ യുഹ്യി വ യുമീത്, എന്റെ രക്ഷിതാവ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ മരിച്ച ഒരാൾക്ക് ജീവൻ കൊടുക്കാനുള്ള ശേഷി എന്റെ രക്ഷിതാവിനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ നമ്രൂദിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട് എന്റേതായ ഒരു അധികാര പരിധിയുടെ ഉള്ളിൽ എന്റേതായ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജനങ്ങൾ ജീവിക്കണം, അങ്ങനെ ആറ് ഇവിടെ ജീവിക്കണം ആറ് മരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതായിരുന്നു അവർ തമ്മിലുള്ള തർക്കത്തിന്റെ മർമ്മം. ഇതേ തർക്കം തന്നെയാണ് മഹാനായ ഈസാ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം വരുമ്പോഴും റോം എന്ന് പറയുന്ന ഒരു ഭരണകൂടം, റോമിന്റെ താൽപര്യങ്ങൾ സുരക്ഷിതമാക്കുന്ന ഒരു വിഭാഗത്തിന് ഈസാ അലൈഹിസ്സലാമിന്റെ സന്ദേശങ്ങൾ ഒരു വലിയ പ്രശ്നമായി അനുഭവിച്ചത്. ഈസാ അലൈഹിസ്സലാം മതത്തിന്റെ മഹത്തായ സന്ദേശങ്ങൾ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ തങ്ങളുടെ അധികാര താൽപര്യത്തിന് ഏകഛത്രാധിപുകളെപ്പോലെ സമൂഹത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ താൽപര്യങ്ങൾക്കത് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് എന്നവർ തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാമിനെ കുരിശിലേറ്റാൻ അവർ ശ്രമിച്ചത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. അങ്ങനെ കുരിശിലേറ്റാൻ ശ്രമിച്ചപ്പോൾ പ്രവാചകന്റെ കൂടെ നിൽക്കാൻ ബാധ്യസ്ഥരായ ജൂതമത പുരോഹിതന്മാരും ജൂതമതസ്ഥരും ഈസാ അലൈഹിസ്സലാമിനെ കുരിശിലേറ്റുന്ന ഉദ്യമത്തോടൊപ്പം സഹകരിച്ചു എന്നതാണ് ചരിത്രം. ഈ ചരിത്രം വീണ്ടും തുടരുന്നുണ്ട്. മഹത്തായ ക്രൈസ്തവ മതത്തെ തന്നെ ഒരു കാലത്ത് ഈസാ അലൈഹിസ്സലാമിനെ കുരിശിലേറ്റിയ അതേ റോമൻ സംസ്കൃതിയുടെ പിന്മുറക്കാർ പിന്നീട് തങ്ങളുടെ ഔദ്യോഗിക മതമാക്കി മാറ്റിക്കൊണ്ട് മഹത്തായ ഒരു മതത്തിൽ ആ മതത്തിലില്ലാത്ത ഒട്ടനവധി ആശയങ്ങൾ തിരികെ കയറ്റി എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ഒരു കാലത്ത് ഈസാ അലൈഹിസ്സലാമിനെ കുരിശിലേറ്റാൻ ഉദ്യമിച്ചവർ കുരിശിലേറ്റിയിട്ടില്ല എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ പ്രമാണമാണ്. അങ്ങനെ കുരിശിലേറ്റാൻ ഉദ്യമിച്ചവർ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കുരിശിലേറ്റി എന്ന് വിശ്വസിക്കുന്നവരും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരും അങ്ങനെ ഒട്ടനവധി വിശ്വാസങ്ങളുള്ളവർ അവരുടെ കൂട്ടത്തിലുണ്ട്.
ഏതായാലും ആ റോം തന്നെ പിൽക്കാലത്ത് ക്രൈസ്തവ മതത്തെ തങ്ങളുടെ ഔദ്യോഗിക മതമാക്കി മാറ്റി. അതിന്റെ ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ ഒരുപാട് രാഷ്ട്രീയമായ കാരണങ്ങൾ, ഒരു രാഷ്ട്രത്തിന് നിലനിൽക്കാൻ ക്രൈസ്തവ മതത്തെ ഔദ്യോഗിക മതമാക്കി മാറ്റിക്കൊണ്ട് മാത്രമേ തങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ചില ഭരണാധികാരികളുടെ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെപ്പോലെയുള്ള ഭരണാധികാരികളുടെ തിരിച്ചറിവായിരുന്നു അതിന് കാരണമെന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഔദ്യോഗിക മതമാക്കി മാറ്റിയതിനു ശേഷം ഈസാ അലൈഹി ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാത്ത ത്രിയേകത്തെ വിശ്വാസം മഹത്തായ ആ മതത്തിന്റെ വിശ്വാസ പ്രമാണമായി അംഗീകരിക്കപ്പെടുകയുണ്ടായി. ക്രിസ്തുവർഷം 325 ചേർന്നൊരു മഹത്തായ സമ്മേളനത്തിൽ ചക്രവർത്തിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. ആ ചക്രവർത്തിയുടെ താല്പര്യമനുസരിച്ച് ക്രൈസ്തവ മതപുരോഹിതന്മാർ ഒന്നടങ്കം ചേർന്നുകൊണ്ട് ഇതുപോലെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ ക്രൈസ്തവ മതത്തിൽ എഴുതി ചേർത്തു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ആ ചക്രവർത്തി അന്ന് വിശ്വാസിയായിരുന്നില്ല എന്നും പിൽക്കാലത്ത് മരിക്കാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, താങ്കൾ ഏതായാലും മരിക്കും, നാളെ സ്വർഗമുണ്ടെങ്കിൽ, നരകവും സ്വർഗവും യാഥാർത്ഥ്യമാണെങ്കിൽ താങ്കൾക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് ഒരു ക്രൈസ്തവ മതവിശ്വാസിയാകുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ മാത്രം അദ്ദേഹത്തിന് തോന്നി, ഇനി ഞാനെന്തിനാ വിശ്വാസിയാകാതിരിക്കുന്നത്, വിശ്വാസിയായി സ്വർഗമുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് തോന്നിയപ്പോൾ മാത്രം അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ക്രൈസ്തവ മതം വിശ്വസിച്ചത് എന്നും ചരിത്രം നമ്മോട് പറയുന്നു. ഒരു മതത്തെ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ഉദാഹരണമാണ് ഈ ഉദാഹരണം. ഇത്തരമൊരു സമാനമായ സാഹചര്യം ഇസ്ലാമിക ചരിത്രത്തിലും ഉണ്ടാകണമെന്നതാണ് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്നം. ഇസ്ലാമും ഈ സ്വഭാവത്തിൽ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിക ഖിലാഫത്ത് അല്പവർഷം മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. അല്പവർഷത്തിന് ശേഷം ഏകാധിപതികളായ, ധിക്കാരികളായ, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ പുറങ്കാൽ കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന ഭരണാധികാരികൾ, രാജാക്കന്മാരാണ് അമവികളുടെ രൂപത്തിൽ, അബ്ബാസികളുടെ രൂപത്തിൽ, അങ്ങനെ പല രാജവംശങ്ങളുടെ രൂപത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അവർക്കൊരിക്കലും തന്നെ ഇസ്ലാമിന്റെ മഹത്തായ വിശുദ്ധ ഖുർആനിനെ ബൈബിളിനെയും തൗറാത്തിനെയും വികൃതമാക്കിയതുപോലെ വികൃതമാക്കാൻ സാധിച്ചില്ല. അവരോടൊപ്പം ഒരുപാട് മഹാപണ്ഡിതന്മാരെ ചേർത്ത് വെച്ചുകൊണ്ട് മഹത്തായ ഇസ്ലാമിക വിശ്വാസത്തെ ഹൈജാക്ക് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അവർ ഒരു ഭാഗത്തും ബഹുജനങ്ങൾ മറ്റൊരു ഭാഗത്തുമായിരുന്നു. ഇസ്ലാമിനോട് സ്നേഹവും താല്പര്യവുമുള്ള പണ്ഡിതന്മാർ, മത സന്ദേശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവർ ആ മത സന്ദേശത്തിൽ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചതുപോലെ, വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് ഒരു ഭരണകൂടത്തിന്റെ ആജ്ഞാനുവർത്തിയായി ജീവിച്ചുകൊണ്ട് ഭൗതികമായ ലാഭം നേടിയെടുക്കലല്ല എന്നും മറിച്ച് അതിനേക്കാൾ വലുത് ഇസ്ലാമിനെ അതിന്റെ സുന്ദരമായ രൂപത്തിൽ നിലനിർത്തലാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർക്ക് അധികാരമുണ്ടായിരുന്നില്ല, അവരുടെ കയ്യിൽ ചെങ്കോലുണ്ടായിരുന്നില്ല. പക്ഷേ അവർ വിശുദ്ധ ഖുർആനിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബഹുജനങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്തിക്കൊണ്ട് അവർ ഇസ്ലാമിനെതിരെ രാജാക്കന്മാരും ഏകാധിപതികളും ശ്രമിച്ച, അവർ നടത്തിയ മുഴുവൻ കടന്നാക്രമണങ്ങളെയും സാധ്യമായ രൂപത്തിലെങ്കിലും പ്രതിരോധിച്ചു എന്നതാണ് ഇസ്ലാമിന്റെ ചരിത്രം. മഹത്തായ വിശുദ്ധ ഖുർആനിനെ നശിപ്പിക്കാൻ സാധ്യമല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ ചോർത്തിക്കളയുക എന്നതാണ്, അതിൽ നിന്ന് മുസ്ലിം സമുദായത്തെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ അജണ്ട. ഇസ്ലാമിനെ, ഖുർആനിനെ, ബൈബിളിനെയും തൗറാത്തിനെയും വികൃതമാക്കിയതുപോലെ വികൃതമാക്കാൻ സാധ്യമല്ല. പിന്നെ ഖുർആനിന് എന്ത് ചെയ്യണം? അതിനാണ് ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾ തന്നെ പറയുന്നത്. മുസ്ലിങ്ങളെ നേരിടാനുള്ള മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് തിരസ്കാർ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് പണം കൊടുത്തുകൊണ്ട്, ചെങ്കോല് കൊടുത്തുകൊണ്ട്, സാമ്പത്തികമായ പിൻബലം നൽകിക്കൊണ്ട്, അധികാരം നൽകിക്കൊണ്ട്, അങ്ങനെ ഒട്ടനവധി ഭൗതിക സന്നാഹങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് അവരെ പുരസ്കരിക്കുക. അതാണ് പുരസ്കാരം എന്ന് പറയുന്നത്. ചരിത്രത്തിലെന്നും ഇതുപോലെയുള്ള പുരസ്കാര പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്, അതിന്റെ ഫലമായിട്ടാണ് ജൂത ക്രൈസ്തവ മതങ്ങൾ നശിച്ചു പോയത് എന്ന് നമ്മൾ അറിയണം. അതിനാണ് പുരസ്കാരം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എന്താണോ വേണ്ടത് അത് കൊടുത്തുകൊണ്ട്. ഇവിടെ ലോകത്ത് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
ലോകത്ത് മുസ്ലിം സമുദായത്തിന്റെ സ്ഥിരാകേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫലസ്തീനിൽ മുസ്ലിം സമുദായത്തെ വംശഹത്യ ചെയ്യാൻ ഇസ്ലാമിന്റെ പ്രതിയോഗികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സയനിസം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് നമ്മൾ വെറുതെ റോക്കറ്റ് വിടുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പുരസ്കാരത്തിന് വിധേയരായ ഭരണകൂടങ്ങൾ ഒന്നടങ്കം തന്നെ ഇസ്ലാമിക ശക്തികളുടെ എതിർദിശയിൽ നിലയുറപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സാമ്പത്തികമായ പിൻബലം നൽകിക്കൊണ്ടുള്ള പുരസ്കാര പ്രക്രിയ ഒരു ഭാഗത്ത്, പിന്നെ പരിഷ്കാര പ്രക്രിയ, ഇസ്ലാമിൽ തന്നെ വെള്ളം ചേർക്കാനുള്ള ശ്രമങ്ങൾ ചരിത്രത്തിൽ എന്നും അത് നടന്നിട്ടുണ്ട്. ഇസ്ലാമിനെ വിശുദ്ധ ഖുർആനിലെ ഒട്ടനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചരിത്രവും ലോകവും മുന്നോട്ട് പോകുമ്പോൾ ആ മുന്നോട്ടു പോകുന്ന ലോകത്തിനനുസരിച്ചുകൊണ്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും ഭൂമികയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇജ്തിഹാദിലൂടെ പുതിയ പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് ഇസ്ലാമിനുണ്ട്. ഇസ്ലാമിന് ആ കരുത്തുള്ളത് കൊണ്ടാണ് ഒട്ടനവധി പ്രശ്നങ്ങളെ അതിജയിച്ചുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് പോയത്. പക്ഷേ ഇതിനെക്കുറിച്ചല്ല, പരിഷ്കാരം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ തന്നെ ഒരുപാട് വെട്ടിത്തിരുത്തലുകൾ വരുത്തുക, ഖുർആനിൽ തന്നെ ഒരുപാട് വെട്ടിത്തിരുത്തലുകൾ വരുത്താൻ നിങ്ങൾ സന്നദ്ധമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഹദീസ് നിഷേധ പ്രസ്ഥാനം എന്ന് പറയുന്ന ഹദീസ് തന്നെ നിഷേധിക്കുന്ന പ്രസ്ഥാനങ്ങൾ ആധുനിക ലോകത്ത് കടന്നു വരികയുണ്ടായി. ഇസ്ലാമിലെ വിശുദ്ധമായ ഏറ്റവും പവിത്രമായ ഒരു കർമ്മമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജിഹാദ് തന്നെ റദ്ദ് ചെയ്യുന്ന ഖാദിയാനി പ്രസ്ഥാനങ്ങൾ ചരിത്രത്തിൽ കടന്നു വരികയുണ്ടായി. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നിലയുറപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി മുസ്ലിങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ ജിഹാദി വികാരം, അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടുന്ന ഈ മനോഭാവത്തെ തകർത്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ പുരസ്കാരവും പരിഷ്കരണവും രണ്ടും ഒരുമിച്ച് നടപ്പാക്കാനുള്ള ശ്രമമാണ് ഖാദിയാനികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ മഹാരാജ്യം നടപ്പാക്കിയത്. ഇസ്ലാമിന്റെ ഒട്ടനവധി കാര്യങ്ങൾ റദ്ദ് ചെയ്യുകയും അങ്ങനെ ഇസ്ലാമിനെ ഒരു പാവം മതമായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അതുപോലെ ഇസ്ലാമിനെ മതേതര ചിന്തകൾക്കനുസരിച്ചുകൊണ്ട് ഒരു പാവം മതമായി, അദ്ദീനുലില്ലാ വൽ വത്നുലിൽ ജമീ, മതം ലോകം ബ്രിട്ടീഷുകാരുടെ കീഴിലാണ്, ഫ്രാൻസുകാരുടെ കയ്യിലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിവിധ വൈദേശിക ശക്തികൾ ആധിപത്യം നടത്തിയിരിക്കുകയാണ്. ഈ ആധിപത്യം നടത്തിയ വൈദേശിക ശക്തികൾക്കെതിരെ പ്രതിരോധിക്കുന്നതിന് പകരം, അവരെ നേരിടുന്നതിന് പകരം നമ്മൾ എന്തിനാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നത്? അദ്ദീനിലില്ല, ദീൻ അള്ളാഹുവിന് കൊടുക്കുക. ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ഹഫ് അടിച്ച് വിതരണം ചെയ്യുന്ന ദീൻ, പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ദീൻ, നോമ്പ് നോക്കുകയും ഹജ്ജ് ചെയ്യുകയും ചെയ്യുന്ന ദീൻ. ആ സകാത്ത് എന്ന് പറയുന്ന ദീനിനെ കുറിച്ച് കൂടുതൽ സംസാരം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ദീൻ നിങ്ങൾ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. ലോകകാര്യങ്ങൾ വൽ വത്നുലിൽ ജമീ, അത് ബഹുജനങ്ങൾ നോക്കട്ടെ, അത് ലോകകാര്യങ്ങൾ മറ്റാരെങ്കിലും നോക്കട്ടെ, ലോകകാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിഷ്കരണം ഇസ്ലാമിന്റെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇസ്ലാമിൽ ഈ ദീനിന്റെ ഓരോ ഭാഗങ്ങളും, ഈ ദീൻ എന്റെ കാലശേഷം ഈ ദീനിന്റെ ഓരോ ഭാഗങ്ങളും അഴിഞ്ഞു പോകുമ്പോൾ അതിൽ ആദ്യമായി അഴിഞ്ഞു പോവുക ഭരണമാണ് എന്നും, അങ്ങനെ ഭരണമില്ലാത്തൊരു ദീൻ വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബഹുജനങ്ങൾ അത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക, ഞങ്ങൾ അതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് മുസ്ലിങ്ങൾ അതിൽ ഇടപെടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ പരിഷ്കരിക്കാനുള്ള ഈ സ്വഭാവത്തിലുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് അതിനുവേണ്ടി ചരിത്രത്തിൽ ഒരുപാട് നേതാക്കന്മാരെ വൈദേശിക ശക്തികളും ഇസ്ലാമിന്റെ പ്രതിയോഗികളും എഴുന്നള്ളിച്ചു എന്നത് ഇസ്ലാമിന്റെ ചരിത്രം നമ്മോട് പറയുന്നു. അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെയായിരുന്നു അവരുടെ അവസ്ഥ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമിനൻ നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിൽ ചില ആളുകളുടെ വാക്ക് കേട്ടു പോകുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം എന്താണ്? അവരുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ അവരെപ്പോഴും വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫി ഖൽബിഹി, അവരുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അവർ അല്ലാഹുവിനെ സാക്ഷി നിൽക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ഭാഗത്താണ് ഞങ്ങൾ നിലയുറപ്പിക്കുന്നത് എന്ന സ്വഭാവത്തിൽ അവർ സംസാരിക്കുന്നുണ്ടാകും. വഹുവ അലദ്ദുൽ ഖിസാം, അങ്ങേയറ്റം തർക്കങ്ങളും അതുപോലെ തന്നെ വാദങ്ങളും ഉന്നയിക്കാൻ ശേഷിയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ചില വിഭാഗങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെയുള്ള സമൂഹത്തെ വിഭാഗങ്ങളെ മുസ്ലിം സമൂഹത്തിൽ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഇസ്ലാമിനെ
ഒരു അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാത്ത, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാത്ത, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ അഭിമുഖീകരിക്കാത്ത, വെറും പള്ളിമൂലകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ദീനാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നു. ഈ രണ്ട് ശ്രമവും വിജയിക്കുന്നില്ലെങ്കിൽ തിരസ്കാർ. ഈ രണ്ട് ശ്രമത്തിനെയും അംഗീകരിക്കാൻ സന്നദ്ധമല്ലാത്ത മുസ്ലിങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവരെ നേരിടുക. ആ അജണ്ടയാണ് ഇന്ന് ലോകവ്യാപകമായി പലരും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ മാത്രം പറഞ്ഞൊരു അജണ്ടയല്ല. ലോകത്ത് ഇസ്ലാമിനോടുള്ള പലരുടെയും സമീപനം അതാണ്. ലോകത്ത് ഇസ്ലാമിനോടുള്ള മറ്റെല്ലാ മതവിശ്വാസികളുടെയും സമീപനമാണ് ഈ സമീപനമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ മതവിശ്വാസികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക മതത്തോട് ഇസ്ലാമിന് പ്രത്യേകിച്ച് യാതൊരുവിധ എതിർപ്പുമില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുസ്ഖിതു വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോട്, നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാത്തവരോട്, അവരോട് നന്മ ചെയ്യുന്നതിൽ നിന്നും അവരോട് നീതിപൂർവകമായി ഇടപെടുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തടയുന്നില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇത്തരം വിഷയങ്ങൾ നീതിപൂർവമായി ഇടപെടുന്നവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ലോകത്ത് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവർ മാത്രമല്ല ലോകത്തുള്ളത്. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുകയും ലോകത്തിന്റെ നേതൃത്വം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒന്നുകിൽ ക്രൈസ്തവ ജൂത മതങ്ങൾ സ്വയം ഒരു എരിഞ്ഞൊടുങ്ങിയതുപോലെ സ്വയം എരിഞ്ഞൊടുങ്ങാൻ മുസ്ലിങ്ങൾ സന്നദ്ധമാകണം. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെയും വിശുദ്ധ ഖുർആനിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ പ്രമാണങ്ങളെയും കൈയൊഴിച്ചിട്ട് ഒരു പാവം മതമായി ഇസ്ലാം ഒതുങ്ങിക്കൊള്ളണമെന്നും, അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നില്ല എങ്കിൽ തിരസ്കാർ, നിങ്ങളെ തിരസ്കരിക്കാൻ വേണ്ടി അതുപോലെയുള്ള ശക്തികളെ നേരിടാൻ ഞങ്ങൾ സന്നദ്ധമാകുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി ഇവിടെ വിശദീകരിച്ചതുപോലെ മുസ്ലിങ്ങളിൽ തന്നെയുള്ള ഒരു വിഭാഗത്തെ ഉപയോഗപ്പെടുത്തലാണ്. മഹാനായ പ്രവാചകൻ ഈസ അലൈഹിസ്സലാമിനെതിരെ ജൂതമത പുരോഹിതന്മാർ അണിനിരന്നതുപോലെ, ആ ഈസ അലൈഹിസ്സലാമിനെതിരെ ജൂതമത പുരോഹിതന്മാർ അണിനിരന്നതുപോലെ ഇസ്ലാമിനെ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയുള്ള പരിഷ്കരണത്തിന് വിധേയരായ, പുരസ്കാരത്തിന്റെ വമ്പിച്ച സമ്പത്തും അതുപോലെയുള്ള ശേഷിയും കണ്ടിട്ട് മതിമറന്നുപോയ, ഭ്രമിച്ചുപോയ ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ നിഷ്ക്രിയരാക്കുക എന്ന ഒരു അജണ്ട കഴിഞ്ഞ 19 വർഷക്കാലമായി മുസ്ലിം നാടുകളിലും ലോകത്ത് നടപ്പാക്കപ്പെടുന്നുണ്ട്. അൾജീരിയയിൽ ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 20 ലക്ഷത്തോളം മുസ്ലിങ്ങളെയാണ് നിശബ്ദരായി കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ കൊന്നൊടുക്കിയത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ഫലസ്തീനിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധത്തിന് വേണ്ടി ഇസ്രയേലിന്റെ അധിനിവേശത്തെ അതിശക്തമായി പ്രതിരോധിക്കുന്ന ഹമാസിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങളെ ഫലസ്തീൻ അതോറിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അവിടെ തന്നെയുള്ള ഭരണകൂടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്രൂരമായി നേരിടാനുള്ള ശ്രമങ്ങൾ ചരിത്രത്തിൽ നടക്കുന്നു. ഈജിപ്തിൽ അവിടെയുള്ള ഭരണകൂടം ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുന്നവരെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ലോകവ്യാപകമായി ഈ ഒരു ശ്രമം നടക്കുമ്പോൾ ഇത്തരം ശ്രമത്തെ ഏറ്റുപിടിക്കാൻ, ഇത്തരം ശ്രമത്തെ പിന്തുണച്ചുകൊണ്ട് ഇവരൊക്കെ ഭീകരന്മാരാണ്, തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സാമ്രാജ്യത്വത്തിന്റെയും ഫാഷിസത്തിന്റെയും അജണ്ടകൾ നടപ്പാക്കാൻ നമ്മുടെ നാട്ടിൽ വിവരമില്ലാത്തതുകൊണ്ട് ചില മതസമൂഹങ്ങളിൽപ്പെട്ട ചില ആളുകളും സന്നദ്ധമാകുന്നു എന്നതാണ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാർ എന്തു പറയുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം ബഹുജനങ്ങളാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തുമുള്ള ശക്തി എന്ന് നമ്മൾ അറിയണം. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തുർക്കിയിൽ ഇസ്ലാമിനെ പടിഞ്ഞാറിന് വേണ്ടി ഇസ്ലാമിനെ നശിപ്പിക്കാൻ കച്ചകെട്ടിറങ്ങിയ മുസ്തഫ കമാൽ. അദ്ദേഹം ഗ്രീക്കുകാർ തുർക്കിയിൽ അധിനിവേശം നടത്തിയ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ബഹുജനങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ കയ്യിലെന്തിക്കൊണ്ട് ഇറങ്ങിച്ചറിക്കുകയുണ്ടായി. എന്നിട്ട് ബഹുജനങ്ങളോട് പറഞ്ഞു, ഗ്രീക്കുകാരെ തുരത്തുന്നില്ലെങ്കിൽ ഈ ഗ്രന്ഥം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുജനങ്ങളെ സമീപിക്കുകയും അങ്ങനെ ബഹുജനങ്ങൾ ഖുർആനിനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ഖുർആനിനെ സമർത്ഥമായി നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു ഭരണാധികാരി തന്നെ ബഹുജനങ്ങൾ
അതാണ് ഇസ്ലാമിന്റെ ശക്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഖുർആൻ കയ്യിലെന്തിക്കൊണ്ട് ബഹുജനങ്ങളെ സമീപിച്ചു എന്നാണ് ചരിത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിം ബഹുജന സാമാന്യമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശക്തി. ഇസ്ലാമിന്റെ പേരിൽ ലോകത്ത് തന്നെ ഭയങ്കരമായ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുമ്പോൾ ആ ആരോപണ പ്രത്യാരോപണങ്ങളെ നമ്മുടെ തെരുവിലേക്ക് മതനിഷേധികളോ മതത്തെ നിരാകരിക്കുന്നവരോ അല്ല, മതവിശ്വാസികളിൽ ചിലർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ തെരുവിനെയും മലിമസ്സമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ബഹുജനങ്ങളുടെ ഐക്യമാണ് ഇസ്ലാമിക സംബന്ധിച്ചിടത്തോളം പ്രധാനം. അവിടെയാണ് വഅതീഉല്ലാഹ വറസൂലഹു, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുക. അള്ളാഹുവിനെയും റസൂലിനെയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പഠനവിധേയനാക്കാൻ ആർക്കും വലിയ പ്രയാസമൊന്നുമില്ല. സാമാന്യ ബുദ്ധിയും സാമാന്യ വിവരവുമുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിവുണ്ട്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ വിലയിരുത്താനും എന്നിട്ടൊരു നിലപാട് സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. അതിനു പകരം ഏറ്റുമുട്ടിക്കൊണ്ട് പരസ്പരം ചളിവാരി എറിഞ്ഞുകൊണ്ട് പരസ്പരം ഭിന്നിപ്പിക്കുക എന്നൊരു തന്ത്രം നമ്മുടെ ശത്രുക്കൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തന്ത്രത്തിൽ പെട്ടുപോകാതിരിക്കാൻ കൂടി നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വലാ തനാസഉ ഫതഫ്ശലു, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ചിതറിപ്പോകും, നിങ്ങൾ ദുർബലരായി പോകും. വതസ്ഹബ റീഹുക്കും, നിങ്ങളുടെ കരുത്ത് ചോർന്നു പോകും. വസ്ബിറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ, നിങ്ങൾ സഹനം അവലംബിക്കുക, സഹനം അവലംബിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സൂചിപ്പിക്കുകയാണ്. നിഷേധികളെ കുറിച്ചാണ് അതിനുശേഷം വിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചകന്റെ പിൻപറ്റിയ സത്യവിശ്വാസികളെയും നേരിടാൻ പുറപ്പെട്ട നിഷേധികളുടെ ചില സ്വഭാവ സവിശേഷതകൾ ശേഷം ഖുർആൻ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അതുപോലെ നിങ്ങളാകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്നിട്ട് കപടവിശ്വാസികളിൽപ്പെട്ട ചില ആളുകൾ ഇസ്ലാമിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും പ്രയാസമനുഭവിക്കുകയും ചെയ്ത സത്യവിശ്വാസികൾക്ക് നേരെ ഉയർത്തിയ വളരെ ഗുരുതരമായ ഒരു പരാമർശത്തെ വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സത്യവിശ്വാസികളായ ആളുകൾ ഇസ്ലാം മുറുകെ പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ പിന്നിൽ അണിചേർന്നപ്പോൾ കപടവിശ്വാസികൾ അവരെക്കുറിച്ച് പറയുകയുണ്ടായി, ഈ സമുദായത്തിന് എന്തു പറ്റിപ്പോയി? കാരണം എന്താണ്? അവർ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇദ് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ ഗർറ ഹഉലാഇ ദീനുഹും, ഈ വിഭാഗത്തെ അവരുടെ ദീൻ വഞ്ചിച്ചിരിക്കുകയാണ്. ഈ വിഭാഗത്തെ ദീൻ വഞ്ചിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു ശത്രു സൈന്യത്തെ സത്യവിശ്വാസികൾ വളരെ ചുരുങ്ങിയ ആളുകൾ നേരിടാൻ പോയപ്പോൾ നേരിടാൻ സാധ്യമല്ല എന്നവർക്കറിയാം. വിജയിക്കാൻ സാധ്യമല്ലാത്ത ഒരു സൈന്യത്തെ വെറും ചെറിയ ആയുധങ്ങൾ കൊണ്ട് നേരിടാൻ പുറപ്പെട്ടിരിക്കുന്ന ഇവർ വിഡ്ഢികളാണ്, ഇവരെ ദീൻ വഞ്ചിച്ചിരിക്കുകയാണ് എന്ന് കപടവിശ്വാസികൾ പറഞ്ഞു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന് ഫലസ്തീനിലൊക്കെ നടക്കുന്ന പോരാട്ടത്തിൽ നമ്മൾ ചില ആളുകൾ ഇവരുടെ ദീൻ, ഇവരുടെ മതം ഇവരെ വഞ്ചിച്ചിരിക്കുകയാണ്, ഇവരെന്ത് പോയത്തക്കാർ, ഇവരെന്ത് വിഡ്ഢികൾ എന്ന് ചോദിച്ചുകൊണ്ട് നേരിടുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ സമുദായത്തിലുണ്ട്. നമ്മൾ ഇവിടെ വളരെ സുഖസൗകര്യം അനുഭവിച്ച് ജീവിക്കുമ്പോൾ അവിടെയുള്ള സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൗനമെങ്കിലും പാലിച്ചുകൊണ്ട് ഇസ്ലാമിന്റെയും ഇസ്ലാമിക ശക്തികളുടെയും പിന്നിൽ അണിചേരാൻ നമുക്ക് സാധിച്ചേ മതിയാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ.